ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന പ്രോബ്ലം ഇപ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് LPG ഗ്യാസ്. അതിനുള്ള കാരണം നമ്മളൊരു സെറ്റ് ഓഫ് ക്രൂഡ് ഓയിൽസ് വാങ്ങിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. ഈ ക്രൂഡ് ഓയിൽസിൽ നിന്നാണ് നമ്മൾ ഗ്യാസ്, പെട്രോൾ ആൻഡ് ഡീസലൊക്കെ നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ യുദ്ധ കാരണം ഇന്ത്യ, മലേഷ്യ, ചൈന പോലെയുള്ള കൺട്രീസിലൊക്കെ ഈ ക്രൂഡ് ഓയിൽസ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോട്ടൽസ്, റെസ്റ്റോറൻ്റ് ഒക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. കാരണം ഉള്ള ഗ്യാസിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് ഇറാനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം ഈ ഇറാനാണ് നമ്മളിലേക്ക് വരുന്ന ക്രൂഡ് ഓയിൽസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇപ്പോൾ ഇറാനും ഒരു ഗ്രീൻ ഫ്ലാഗ് കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽസ് ഒക്കെ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറ്റിയില്ലെങ്കിൽ നമ്മൾ അതർ സോഴ്സ് മറ്റുള്ള കൺട്രീസിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽസ് വാങ്ങിക്കും. മേ ബി നമ്മുടെ ഗ്യാസിൻ്റെ പ്രൈസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇതോടുകൂടി നമ്മുടെ ഗ്യാസിൻ്റെ പ്രോബ്ലം സോൾവ് ആക്കും എന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അടുത്ത് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം സൈബർ. ഇറാൻ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ളതാണ് ഡാറ്റാ സെൻറ്റേഴ്സ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റാ സെൻറ്റേഴ്സ് മിഡിൽ ഈസ്റ്റിലുണ്ട്. ഗൂഗിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ്, IBM എന്നുള്ള ഡാറ്റാ സെൻറ്റേഴ്സ് ഒക്കെ മിഡിൽ ഈസ്റ്റിലുണ്ട്. ഇറാൻ ഇപ്പോൾ ഈ ഡാറ്റാ സെൻറ്റേഴ്സ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഉള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ ചിലപ്പോൾ വർക്കാവാണ്ടാവും. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആവണമെങ്കിൽ ഒറ്റൊരു വഴിയേ ഉള്ളൂ, ഈ യുദ്ധം സ്റ്റോപ്പ് ആവണം.